പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും മുന്തിരി കൃഷിയുമായി ഒരു വീട്ടമ്മ. ഇന്നാദ്യം ഒമാനിലൂടെ. മരുഭൂമിയിൽ മുന്തിരി കൃഷി എന്ന വെല്ലുവിളി ഏറ്റെടുത്ത് തൃശൂർ ചേലക്കര സ്വദേശിനി സുനി ശ്യാം. മസ്കറ്റിലെ അസൈബയിലെ താമസ സ്ഥലത്താണ് മുന്തിരിവള്ളിയുടെ വേരോട്ടം. വള്ളിയിൽ പടർന്നു പന്തലിച്ചു വരുന്ന വള്ളിച്ചെടിയാണ് മുന്തിരി. കുട്ടിക്കാലം മുതൽക്കേ കൃഷിയോട് താൽപ്പര്യമുള്ള സുനി മുന്തിരി കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിച്ച് 2 വർഷം മുമ്പാണ് മസ്കറ്റിൽ നിന്നും മുന്തിരി വള്ളി വാങ്ങി നട്ടത്. 50 ഡിഗ്രി വരെ ചൂടുള്ള ഈ പ്രദേശത്ത് നല്ല കഠിനാധ്വാനം ചെയ്താൽ മുന്തിരി വിളയിക്കാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ തൃശൂർ സ്വദേശിനി. അതിപ്രധാനമായ കൃഷി പരിചരണമാണ് മുന്തിരി കൃഷിക്ക് അനിവാര്യമായി വേണ്ടതെന്ന് സുനി പറയുന്നു. പണ്ടൊക്കെ മുന്തിരി ഭയങ്കര ക്രേസായിരുന്നു ഇങ്ങനെ ഉണ്ടായി നടക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ എവിടെ ഉണ്ടായി, എവിടെയാണ് ഉണ്ടാവുന്ന സ്ഥലം തപ്പി പോകാറുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ നഴ്സറിയിൽ പോയപ്പോൾ അവിടെ മുന്തിരിയുടെ തൈ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരി, എന്തായാലും വേണ്ടില്ല, അത് മസ്കറ്റിൽ ഉണ്ടാവുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു താഴ്ത്ത് നട്ടപ്പോൾ തന്നെ അത് നന്നായിട്ട് വളർന്നു വരുന്നു. അപ്പം ഞാൻ മുകളിലോട്ട് ഒരു പന്തലിട്ട് ഇതിനെ കയറ്റി ഓരോ പ്രാവശ്യം അതിങ്ങനെ ഇവിടുത്തെ മസ്കറ്റിലെ ചൂട് വകവയ്ക്കാതെ ഓരോ പ്രാവശ്യം അത് സൂപ്പറായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് അങ്ങ് വളർന്നു വരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ അതിൻ്റെ തലയൊന്ന് നുള്ളി കൊടുക്കും തോറും കൂടുതൽ പുതിയ തലപ്പ് വരികയും ചെയ്യും. അതേപോലെ അതിൽ നിന്നൊക്കെ ഓരോ പൂക്കൾ, ആ പൂക്കളൊക്കെ കണ്ടപ്പോൾ ശരിക്കും അങ്ങ് ഒരുപാടങ്ങ് സന്തോഷമായി. വീണ്ടും കൂടുതൽ നേരം ഇതിൽ ചിലവഴിക്കാൻ ഓരോ നിമിഷം തോന്നി തുടങ്ങി. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ ചാണകം നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. അതേപോലെ ചാണകത്തിൻ്റെ കൂടെ കിച്ചണിൽ മീൻ നന്നാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ്, അതേപോലെ മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, അതേപോലെ ചിക്കൻ്റെയൊക്കെ തൊലി നല്ല വളമാണ്. അതെല്ലാം കൊണ്ടുവരും. എന്നിട്ട് ഡെയിലി അല്ല, അത് വീട്ടിലുണ്ടാവുന്ന ദിവസങ്ങളിൽ അത് മാന്തി അതിൻ്റെ ചോട്ടിലിടും. അത് ശരിക്കും നല്ല വളമാണ്. അതേപോലെ എൻ്റെ താഴത്ത് മണ്ണിര ഒരുപാടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ്റെ വേസ്റ്റും മീനിൻ്റെ വേസ്റ്റും എല്ലാം കൂടി ഇട്ടപ്പോൾ മണ്ണിരകൾ ഒരുപാട് നിറഞ്ഞ് വളരാനും തുടങ്ങി. അതുകൊണ്ട് ഓരോ കൊല പുതിയത് വരുമ്പോഴും നന്നായിട്ട് പുതിയ പൂക്കൾ വന്ന് അടിപൊളിയായിട്ട് ഓരോ ദിവസവും മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിൽ ചൂട് സമയത്ത് ഇത് അത്ര പ്രശ്നം തോന്നാറില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഈ ഒരു വർഷത്തിൽ ഇത് വിളവ് തരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കറക്റ്റ് നമ്മുടെ 40-42 മസ്കറ്റിലെ ഏറ്റവും ചൂട് കൂടിയ സമയത്ത് ഒരുപാട് പൂക്കൾ ആ സമയത്ത് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശരിക്കും പൂക്കളൊക്കെ ഉണങ്ങിപ്പോൾ തക്കാളിയുടെയൊക്കെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ ചൂട് സമയത്ത് അത് സർവൈവ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഉണങ്ങിപ്പോകും എന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേ മുന്തിരിക്ക് ചൂടാണ് ഇഷ്ടമെന്ന് തോന്നിക്കുന്ന വിധത്തിൽ അതെല്ലാ പൂവും കായാവുകയും ചെയ്തു. ആ 40-42 ടെമ്പറേച്ചറിൽ എല്ലാം സുഗമമായിട്ട് നന്നായിട്ട് ഈ മുന്തിരി പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് മസ്കറ്റിലെ ക്ലൈമറ്റിന് ഇത് ശരിക്കും ഒരു നല്ല പറ്റിയ ഒരു പഴവർഗ്ഗം തന്നെയാണ്. താമസ സ്ഥലത്തെ 1ാം നിലയിൽ മുന്തിരിവള്ളി പടർന്നു പോകാനായി വലിയ പന്തൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പൂവിടുന്ന നാമ്പുകളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുക, വളർന്നു വരുന്ന ശിഖരം കോതിവിടുക എന്നതാണ് പരിചരണത്തിൽ ഏറ്റവും മുഖ്യം. മീനിൻ്റെയും ഇറച്ചിയുടെയും വെജിറ്റബിളിൻ്റെയും വേസ്റ്റുകളും ചാണകപ്പൊടിയുമാണ് വളമായി ഉപയോഗിക്കുന്നത്. രണ്ട് വർഷത്തിനുള്ളിൽ
3 തവണ വിളവെടുപ്പ് നടത്തിയതായി സുനി പറയുന്നു. വീട്ടുജോലി കഴിഞ്ഞുള്ള സമയം മുഴുവനും കൃഷികാര്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി മാറ്റിവെക്കുകയാണ് ഈ വീട്ടമ്മ. കൂട്ടിന് ഭർത്താവ് ശ്യാമിൻ്റെ പിന്തുണയും കൂടിയാകുമ്പോൾ മുന്തിരിക്ക് മധുരമേറും. വീട്ടുകാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത്. ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഇവിടുത്തെ കാര്യം. എല്ലാ ചെടികളും പുറത്തുനിന്ന് ഒരാൾ പോലും ഹെൽപ്പില്ലാതെ ഇവിടെ വീട് മാറി വന്നപ്പോൾ ഇവിടെ നിറച്ചും മരങ്ങളായിരുന്നു വീടിന് ചുറ്റും. അപ്പോൾ അതെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി കട്ട് ചെയ്ത് കിളച്ച് ചാണകവും കുമ്മായവും എല്ലാം മിക്സ് ചെയ്ത് ഇട്ട് എല്ലാം എന്നേക്കാൾ കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അതേപോലെ മക്കൾ എൻ്റെ കൂടെ, മോൻ എൻ്റെ കൂടെ നടന്ന് എല്ലാ കാര്യത്തിനും അമ്മ വിത്തെടുക്കാനും വളമിടാനും വെള്ളം ഒഴിക്കാനും എല്ലാത്തിനും അവൻ എൻ്റെ കൂടെയുണ്ട്.